ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിബീഷ വ്ളോഗ്സ്. ഞാനിതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു കുക്കിങ്ങാണ് ഞാനിന്ന് നടത്താൻ പോകുന്നത്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എന്ത് കറി ഉണ്ടാക്കാൻ പോകണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒലത്തോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ചാറ് കറി മസാല ഇട്ട് കറി ഉണ്ടാക്കാൻ പോകാമെന്നായിരിക്കുമല്ലോ വിചാരിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിന് പുറത്തുള്ളൊരു കറിയാണ്. അതെന്ത് കറിയാണെന്നല്ലേ? അതെ, നേപ്പാളിക്കാരുടെ ഒരു പ്രധാനപ്പെട്ട കറിയാണ്. നേപ്പാളിയുടെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയാം. ഒന്നൊരു കറിയാണ് കേട്ടോ. സൈഡ് ഡിഷായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും വിളമ്പാറുള്ളത്. അപ്പം ഞാൻ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ചുക്കൗനി. ചുക്കൗനിയുടെ റെസിപ്പി എനിക്ക് കിട്ടിയത് ഇൻസ്റ്റയിൽ നിന്നാണ് കേട്ടോ. ഇൻസ്റ്റയിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ ഒന്നാണ് കേട്ടോ. എനിക്കല്ല കിട്ടിയത്, വിബിയേട്ടനാണ് കിട്ടിയത്. വിബിച്ചനാണ് കേട്ടോ എന്നോട് പറഞ്ഞത്, ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല ഡിഷാണെന്ന് തോന്നുന്നു എന്ന്. ആദ്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നീടൊന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വെച്ചു. അതിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമായതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചുക്കൗനി എന്ന് പറയുന്നത് കാഠ്മണ്ഡു വാലിയിലുള്ള നെവാരി കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ വരുന്ന ഒരു കറിയാണ് കേട്ടോ. സൈഡ് ഡിഷായിട്ടാണ് അവർ വിളമ്പുന്നത്. ഗ്യാതറിങ്സും ഫെസ്റ്റിവൽസും വരുമ്പോഴാണ് അവരത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ കുക്കിംഗ് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഉരുളൻ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ വെക്കുകയാണ്. കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് 2-3 വിസിലടിപ്പിക്കുക. നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്ന രീതിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. അതാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് തൈര് എടുക്കാം. ഒരു 3-4 സ്പൂൺ തൈരിട്ടാൽ ഞാനിവിടെ യോഗോട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക കേട്ടോ. എൻ്റെ കുറച്ച് കട്ടയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉടച്ചു കഴിഞ്ഞിട്ട് ലൂസായ കൺസിസ്റ്റൻസിയിലാവുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തെടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ തൈര് റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഉരുളൻ വിസിലൊക്കെ പോയി നല്ലോണം വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുരുങ്ങനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പച്ചമുളക് 3-4 പച്ചമുളകും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 3-4 ചേർത്തു എന്ന് പറഞ്ഞത്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1-2 പച്ചമുളക് ചേർത്താൽ മതി. ഓൾറെഡി നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ. അതിനുശേഷം നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് പാത്രം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ ചേർക്കേണ്ടതില്ല, ഇതെൻ്റെ ഒരു ട്രേഡ് സീക്രട്ടായിട്ട് ഞാൻ ഒറിഗാനോ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. അവർ കൂടുതലായിട്ട് ചേർക്കുന്നത് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒറിഗാനോ ചേർത്തതിന് ശേഷം ഞാൻ ഉലുവ പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തൈരിൽ ഇതൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മൂപ്പിച്ച് വെച്ചതൊക്കെ ഈ തൈരിലേക്ക് പകരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണമുണ്ട് കേട്ടോ. ഒറിഗാനോൻ്റെയും ഉലുവയുടെയൊക്കെ ഒരു പ്രത്യേക മണം. അത് തന്നെ മതി നമുക്കൊരു ചോറുണ്ടാകുമെന്ന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ചുക്കൗനി റെസിപ്പി വീട്ടിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അതെൻ്റെ ഗ്യാരൻറ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.